Hi dear students, welcome to Innovations Online Classes. Workshop Instructor, Overseer, Electrician in Electrical Engineering ഈ പോസ്റ്റുകളിലേക്ക് കേരള PSC നടത്തിയ കോമൺ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വേർഷൻ കോഡ് B ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കീ പറയുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് പവർ ഈസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അത് ശരിയാണ്. റേറ്റ് ഓഫ് എനർജി, അത് ശരിയാണ്. റേറ്റ് ഓഫ് വർക്ക് ഡൺ, അത് ശരിയാണ്. കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ് ഓർ എബിലിറ്റി ടു ബിൽഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് വർക്കാണ്. വോൾട്ടേജ് ബിൽഡ് ചെയ്യാൻ ഒരു സമയം എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ് എന്നുള്ളത് പവറായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദി എബവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ RMS വാല്യൂ ഓഫ് സൈനസോയിഡൽ AC കറണ്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് വാല്യൂ അറ്റ് ആൻ ആംഗിൾ ഓഫ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ VM/√2 ആണ്. അപ്പോൾ നമ്മൾ സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ VM sin ωt. ഇപ്പോൾ ഇവിടെ ആംഗിൾ 45 ഡിഗ്രി ആകുമ്പോൾ sin 45 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/√2 ആണ് അല്ലേ. അപ്പോൾ VM × 1/√2, VM/√2. അപ്പോൾ ഇത് RMS വാല്യൂ ആണ്. ഏതാണ് ആംഗിൾ? 45 ഡിഗ്രി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the internal resistance of voltage source and current source are increased. What happens to their power output? ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഡിക്രീസ് ഫോർ ദ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇൻക്രീസ് ഫോർ ദ കറണ്ട് സോഴ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ പീക്ക് ഫാക്ടർ ഓഫ് എ സൈനസോയിഡൽ വേവ് ഈസ്. നമുക്കറിയാം സൈനസോയിഡൽ വേവിൻ്റെ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.41 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ സെയിം ലൈൻ കറണ്ട് ആൻഡ് ലൈൻ വോൾട്ടേജസ് പവർ ടേക്കൺ ബൈ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് സ്റ്റാർ കണക്റ്റഡ്. അപ്പോൾ കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. അപ്പോൾ ഇവിടെ എ ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ 3-phase AC സർക്യൂട്ട് ദ സം ഓഫ് ഓൾ 3 ജനറേറ്റഡ് വോൾട്ടേജസ് ഈസ് ഈക്വൽ ടു 0. സി ആണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, if time period of alternating voltage is increased, what happens to its average value? ടൈം പീരീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ആവറേജ് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആവറേജ് വാല്യൂ റിമൈൻസ് സെയിം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് വാല്യൂ C, a plate is inserted at the middle of the capacitor. What happens to its capacitance? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സെയിം വാല്യൂ ആയിരിക്കും, റിമെയിൻസ് സെയിം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. നമുക്കറിയുന്നതാണ്, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഓർ കണ്ടക്ടർ മെറ്റീരിയൽ. ബി ആണ് കറക്റ്റ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, when 5 resistors each of 14 ohm are connected in parallel, the net resistance of the combination is equal to dash ohm. 14/5 അല്ലേ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡി ആണ് ആൻസർ കിട്ടുക, 2.8. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, given 3 equal resistance, how many combinations of these 3 resistance can be made? അപ്പോൾ ഇവിടെ നമുക്ക് 3 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ് അല്ലേ. സീരീസ് ആയിട്ട് പാരലായിട്ട് 2 എണ്ണം പാരൽ, സീരീസ് എന്ന് പറഞ്ഞിട്ട് 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻ ബിയിൽ 6 ആണ്. നമ്മളതിൽ സ്റ്റാറും ഡെൽറ്റയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 6 എന്ന് പറയാം. അപ്പോൾ PSCയുടെ ആൻസർ കീഴിൽ ഏത് ആൻസറാണ് വരിക എന്നറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഹൗ മെനി കോമ്പിനേഷൻസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 4 നമ്മൾ സാധാരണ പറയാം, പക്ഷേ നമ്മളത് സ്റ്റാറും ഡെൽറ്റയും എന്താണ് ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബി ആണ് ആൻസർ വരിക, അല്ലെങ്കിൽ എ ആയിരിക്കും ആൻസർ വരിക. 12ാമത്തെ ക്വസ്റ്റ്യൻ, നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ് കറണ്ട് ലോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് RMS വോൾട്ടേജ് ഓഫ് V വോൾട്ട്സ് ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ടു അനദർ സർക്യൂട്ട് ടു ഗെറ്റ് 10 volt RMS, then the impedance of the transformed circuit will be. ഇപ്പോൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ടിലെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു V1, ഇതാണ്, ഇത് V2 ആണ്. അപ്പോൾ V2 N2/N1 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ V2/V1 ഹോൾ സ്ക്വയർ 10/1 ഹോൾ സ്ക്വയർ ഇൻറ്റു Z1. ഇവിടെ 100 ടൈംസ് ആണ് കിട്ടുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ 10 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷനിൽ നമുക്ക് എ ചൂസ് ചെയ്യാം, ഹയർ ദാൻ ഇനീഷ്യൽ സർക്യൂട്ട്.
14th question, if number of turns, area of core and length of magnetic path are doubled, what happens to the inductance of a coil? L is equal to mu n square A by L. Substitute ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 4 ടൈംസ് എന്ന് കിട്ടും. 15th question, an instantaneous change in voltage is not possible in capacitor if ഇത് വോൾട്ടേജ് എന്നുള്ളത് കറണ്ട് ആണെങ്കിൽ എന്തായിരിക്കും, ഇൻഡക്ടർ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? എ ആണ്. 6th question, between 1 milliampere to 20 milliampere electric shock will be 5 milliampere കൂടിക്കഴിഞ്ഞാൽ it is painful. ഇപ്പോൾ ബി ആണ് ആൻസർ. 17th question, the value of equivalent load resistance are to be connected across battery of internal resistance are to get maximum power transfer. Maximum power transfer നടക്കണമെങ്കിൽ R is equal to R. D ആണ് ആൻസർ. 18th question, for a battery the terminal voltage decreases with increase in load. 19th question, in a three-phase system the voltage between two phases is equal to line voltage. B ആണ് correct answer. അടുത്ത 20th question, in a three-phase system voltage across phase to neutral is called phase voltage. 21, color rendering index of LED lamps is 70 to 95. Unit of luminance is C ആണ് അല്ലേ, lumens per steradian per meter square ആണ്. 23, minimum size of earth conductor for 30 to 50 HP motor is in SWG is most accurate answer. നമുക്ക് D ആയിട്ട് ചൂസ് ചെയ്യാം. 24, one lamp should be controlled from 6 different places. For that how many intermediate and two-way switches are needed? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ബി ആണ് കിട്ടുക. 4 intermediate and 2 two-way switch. 25, application of limit switch is, limit switch എന്താ ചെയ്യുക, it convert mechanical motion into electrical. Option C is the right answer. 26, sometimes 1 wattmeter reads negative when conducting 3-phase power measurement using 2 wattmeter. It occurs when power factor is less than 0.5 lagging. 27th question, how can we connect the pressure coil of a wattmeter which consists of 2 pressure കോയിൽസ്? ഇത് സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ നമുക്ക് കണക്ട് ചെയ്യാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 28th question, integrating principle in the digital measurement is the conversion of voltage to frequency. C is the right answer. 29, which of the following statement is or are correct about Owen's bridge? അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ് ഇത് ശരിയാണ്. മെഷർമെൻറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ പെർമിയബിലിറ്റി ശരിയാണ്. മെഷർമെൻറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ് ഇതും ശരിയാണ്. അപ്പോൾ ഓൾ ദി എബോവ് ആണ് ആൻസർ വരിക. ഡി ആണ് കറക്റ്റ് ആൻസർ. 30th question, circle is seen on the CRO when two time varying signals same frequency and same magnitude are applied to XY plates of CRO. The relative phase difference is, എപ്പോഴാണ് സർക്കിൾ വരിക, 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആകുമ്പോഴാണ്. ബി ആണ് ആൻസർ. 31, 1 വെബർ ഈസ് ഈക്വൽ ടു ഡാഷ് മാക്സ്വെൽ. നമുക്കറിയാം 1 മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ 10⁻⁸ വെബർ ആണ്. അപ്പോൾ ഇവിടെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 1 വെബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 10⁸ മാക്സ്വെൽ ആണ്. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. 32, ദ MMF ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു എന്താണ്, ഫ്ലക്സ് ഇൻ ദ കോർ. സി ആണ് ആൻസർ. 33, എ ചാർജ് ക്യൂ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ക്യൂബ്. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ് ഈസ്, ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബി ആണ് ആൻസർ കിട്ടുക. 34th question, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിത്ത് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ E is equal to D by epsilon 0 epsilon R. A ആണ് കറക്റ്റ് ആൻസർ. 35th question, which of the following types of charges on surface has position but no the dimensions? ലൈൻ ചാർജ്, സർഫസ് ചാർജ്, വോളിയം ചാർജ് എല്ലാം ചാർജാണ്, പല സ്ഥലത്തായിട്ട് നിൽക്കുന്ന ചാർജുകളാണ്, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ നോട്ട് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നൺ ഓഫ് ദീസ് ചൂസ് ചെയ്യാം. ഡി ആണ് കറക്റ്റ് ആൻസർ. 36, കാലിബ്രേഷൻ ഓഫ് എ വോൾട്ട് മീറ്റർ ഈസ് ഡൺ ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. ഡി ആണ് കറക്റ്റ് ആൻസർ. 37th question, വാട്ട് വുഡ് ബി ദ സെൻസിറ്റിവിറ്റി ഓഫ് ആൻ അമ്മീറ്റർ വിച്ച് റിക്വയർസ് ചേഞ്ച് ഓഫ് 2 ആംപിയർ ഇൻ ഇറ്റ്സ് കോയിൽ ടു പ്രൊഡ്യൂസ്
എ ചേഞ്ച് ഇൻ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻ്റർ ബൈ 6 mm. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ സി ആണ് കിട്ടുക, 3 mm/A. 38 A 0 to 300 volt voltmeter has guaranteed accuracy of 1% full scale reading. The voltage measured by the instrument is 96 volt. The percent limiting error is, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി ആണ് കിട്ടുക. 39 If an instrument has cramped scale for larger values then it follows logarithmic law. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ The power of a single phase 3.3 kilovolt load drawing a current of 30 ampere is required to be measured by means of a wattmeter having potential terminals marked as 110 volt and current terminals as 6 ampere. What is the transformation ratio of the current transformer CT? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആംപിയർ എന്ന് കിട്ടും. 41ാമത്തെ ക്വസ്റ്റ്യൻ ഡ്യൂറിങ് ദി തണ്ടർസ്റ്റോം 50 കൂളും ചാർജ് ഈസ് ഡിസ്ചാർജ്ഡ് ബിറ്റ്വീൻ ക്ലൗഡ്സ്. ദ ടൈം ഡിസ്ചാർജ് ഈസ് 20 millisecond. ഡിറ്റർമൈൻ ദ ലൈറ്റനിങ് കറണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ I is equal to Q/T. നമുക്കിവിടെ 50 കൂളുമ്പ് തന്നിട്ടുണ്ട്, ടൈം 20 millisecond. അപ്പോൾ ഇവിടെ 0 വെട്ടി 2.5 അല്ലേ, 2.5 മില്ലി മുകളിലോട്ട് വരുമ്പോൾ കിലോ ആണ് വരിക അല്ലേ. ഇവിടെയൊക്കെ മെഗായിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നൺ ഓഫ് ദി അബവ് ചൂസ് ചെയ്യാം. 41 ഡി ആണ്. 42 എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ഫ്രം എ ബാറ്ററി ആഫ്റ്റർ ഫുള്ളി ചാർജ്ഡ് ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് ആൻഡ് ഐഡൻറ്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് പാരലൽ. ദ ടോട്ടൽ എനർജി ഓഫ് ദ കോമ്പിനേഷൻ ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 43 സി ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് ഡയലക്ട്രിക് ഇഫ് ഹാഫ് പോർഷൻ ഈസ് ഫിൽഡ് വിത്ത് എ ഡയലക്ട്രിക് വിത്ത് പെർമിറ്റിവിറ്റി εr. ദെൻ ദ എക്സ്പ്രഷൻ ഫോർ ന്യൂ കപ്പാസിറ്റൻസ് ഈസ്. ഇവിടെ എ ആണ് ആൻസർ വരിക. 44 ഫൈൻഡ് ദ ആവറേജ് കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ ഇഫ് ദ ടോട്ടൽ കറണ്ട് ഇൻ ദ ഇൻഡക്ടർ ഈസ് 50 ആംപിയർ. ഇവിടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി ആണ് കിട്ടുക, 25 ആംപിയർ. 45 ഡ്യൂറിങ് ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പെരിമെൻറ്റ് ദ മെക്കാനിക്കൽ എഫോർട്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റ് നിയർ എ കോയിൽ പ്രൊഡ്യൂസേഴ്സ് electricity in that coil. This can be explained on the basis of Lenz's law and conservation of energy. ബി ആണ് കറക്റ്റ് ആൻസർ. 46 ദ ഫോളോയിങ് സിമ്പിൾ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ്. ഈ സിമ്പിൾ എന്തിൻ്റെ ആണ്? ഇത് ബസറിൻ്റെ സിമ്പിളാണ് അല്ലേ. 46 സി ആണ്. 47 IE റൂൾ 88 ഡീൽസ് വിത്ത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗാർഡിങ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. 48 ദ ലെങ്ത് ഓഫ് ത്രെഡ് ഇൻ GI കോണ്ടിറ്റ് ഈസ്, നമുക്കറിയാം എന്താണ്? എ ആണ്, 11 mm to 27 mm. 49 വാട്ട് ഈസ് ദ ഷോർട്ട് ടൈം ടെമ്പറേച്ചർ റേറ്റിംഗ് ഓഫ് XLPE കേബിൾ? എ ആണ് കറക്റ്റ് ആൻസർ. 50 ടിപ്പിക്കൽ ട്രിപ്പിംഗ് ടൈം ഫോർ C ടൈപ്പ് MCB ഈസ്, ബി ആണ് ആൻസർ, 0.04 to 5 seconds. ബി ഈസ് ദ റൈറ്റ് ആൻസർ. 51 ദ ഇൻ്റർപോൾസ് ഇൻ DC മെഷീൻ ഹാവ് എ ടാപ്പറിംഗ് ഷേപ്പ് ഇൻ ഓർഡർ ടു. ഇവിടെ ആൻസർ സി ആണ്, റെഡ്യൂസ് ദ സാച്ചുറേഷൻ ഇൻ ദ ഇൻ്റർപോൾസ്. 52 if two 8-pole DC machines of identical armature are wound, one with lap winding and the other with wave winding, then. അപ്പോൾ ഇവിടെ 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് വരിക. വേവ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ലെസ് കറണ്ട്. ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 53 if the speed of a DC motor increases with load torque, then it is a എന്താണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോർ. 53 സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 54ാമത്തെ ക്വസ്റ്റ്യൻ എ DC ഷണ്ട് മോട്ടോർ ഹാവിംഗ് അൺസാച്ചുറേറ്റഡ് മാഗ്നറ്റിക് സർക്യൂട്ട് റൺസ് അറ്റ് 1500 RPM with a rated voltage. If the applied voltage is half of the rated voltage, the motor will run at.
ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല. ഏകദേശം നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എ ചൂസ് ചെയ്യാം. 55 എ ഡി സി ഷണ്ട് മോട്ടോർ ഹാസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് RA ആൻഡ് RF in the armature and field circuits respectively. Armature current at starting can be reduced by keeping RA maximum and RF minimum. 55 A ആണ് ആൻസർ. 56 for variable heads of near about less than 30 m which type of turbine is used in hydro power station? Kaplan turbine. സിലബസിൽ പറയാത്ത കാര്യമാണ്. 57 ഇൻ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് സിലബസിലില്ല. ഇൻ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഡി ആണ് കിട്ടുക. ദർ ഈസ് നോ എഫക്ട്സ് ഡ്യൂ ടു ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഡി ആണ് ആൻസർ. 58 സീരീസ് കപ്പാസിറ്റീവ് കോമ്പൻസേഷൻ ഓഫ് EHV ട്രാൻസ്മിഷൻ ലൈൻ ഈസ് യൂസ്ഡ് ടു. ഇവിടെയും നമുക്ക് ആൻസർ ഡി ആണ് കിട്ടുക. ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം. 59 type of tidal energy generator which uses large dam is known as. ഓപ്ഷൻ എ ആണ് ബാരേജ്. നമുക്ക് പവർ സിസ്റ്റം നമുക്ക് ഈ ഒരു സിലബസിലില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 60ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ആൻ ഓപ്പൺ സൈക്കിൾ MHD steam power plant the temperature at entrance of MHD duct is D ആണ് 2500 to 3000 Kelvin. 61ാമത്തെ ക്വസ്റ്റ്യൻ if an alternating voltage source is connected to a power transformer its no load current would be. അപ്പോൾ ഇവിടെ നമുക്ക് ബിയും സി എടുത്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആണെങ്കിൽ ബി ആണ് ആൻസർ വരിക, ഐഡിയൽ ആണെങ്കിൽ സി ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ അത് പറഞ്ഞിട്ടില്ല, പ്രാക്ടിക്കലാണോ ഐഡിയൽ ആണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബിയോ സിയോ ആയിരിക്കും ആൻസർ. 62 വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ ലാർജ് ട്രാൻസ്ഫോമർ ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഓപ്ഷൻ ബി ആണ് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ. 63 ആസ് ദ ലോഡ് ഓൺ ദ ട്രാൻസ്ഫോമർ ഈസ് ഇൻക്രീസ്ഡ് ദ കോർ ലോസസ്. ലോഡ് ഇൻക്രീസ് ചെയ്താലും ഇത് കോർ ലോസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, റിമൈൻസ് കോൺസ്റ്റൻ്റ്. 63 സി ആണ്. 64 ക്രൗളിംഗ് ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്പേസ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈൻഡിങ് കറണ്ട്സ്. 65 ഇൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ടോർക്ക് ആൻഡ് സപ്ലൈ വോൾട്ടേജ് ആർ റിലേറ്റഡ് ആസ്. ഓപ്ഷൻ സി ആണ് ടി പ്രപ്പോർഷണൽ ടു വി സ്ക്വയർ ആണ്. 66 ദ ആംഗിൾ അറ്റ് വിച്ച് എ photovoltaic panel is installed from the horizontal affect its output. The ideal angle from horizontal surface is. ഇവിടെ ആംഗിൾ 30 degree to 45 degree ആണ് വരിക. 67 windmill is called Darion's mill is. ഓപ്ഷൻ ബി ആണ് vertical axis mill. ഇതൊക്കെ സിലബസിൽ അങ്ങനെ എടുത്തു പറയാത്ത കാര്യങ്ങളാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 68ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആവറേജ് വിൻഡ് വെലോസിറ്റി ഒബ്സർവ്ഡ് ഓൺ എർത്ത്? ആൻസർ വരിക ബി ആണ് 9 m/s. ബി ഈസ് ദ റൈറ്റ് ആൻസർ. 69 ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഓൺ ലൈൻ അപ്പ് 33 kV ഈസ്. അപ്പോൾ ഇവിടെ പിൻ ഇൻസുലേറ്ററും സ്ട്രെയിൻ ഇൻസുലേറ്ററും ആണ്. അപ്പോൾ 1 and 4 സി ആണ് കറക്റ്റ് ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പോൾ ആൻഡ് സ്റ്റേ ഇൻ എ ഓവർ ഹെഡ് ലൈൻസ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 30 degree. ഡി ആണ് ആൻസർ. 71 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് വൗണ്ട് ഫോർ 4 poles in stator and 6 poles in rotor. When a 3-phase balanced voltage source at 50 Hz is applied to the motor it will runs at. നമ്മളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് നോട്ട് റൺ. ഡി ആണ് ആൻസർ. 72 എ സിങ്ക്രണസ് മോട്ടോർ and an induction motor are connected to a common feeder line. To operate the feeder line at unity power factor the synchronous motor should be over excited. B ആണ് ആൻസർ. 73 which of the following single phase motor has highest starting torque? Capacitor start motor. A ആണ് ആൻസർ. 74 in an AC motor the control winding is supplied with input voltage off. അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബി ഓർ ഡി, ഇതിൽ ഡി ആണ് വരിക. സെയിം ഫ്രീക്വൻസി ആസ് ദ റെഫറൻസ് വൈൻഡിങ് വോൾട്ടേജ് ബട്ട് വിത്ത് 90 degree ഫേസ് ഡിഫറൻസ്. 75 ഫോർ എ ഗിവൺ സ്റ്റെപ്പർ മോട്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോർക്ക് ഹാസ് ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ? ഇറ്റ് ഈസ് ഹോൾഡിംഗ് ടോർക്ക്. സി ആണ് കറക്റ്റ് ആൻസർ. 76 ആൻ ഇലക്ട്രിക്
train employing DC series motor is running at a fixed speed when a sudden slight drop in the mains voltage occurs, what result will occurs? Result എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ സ്പീഡ് ആൻഡ് ഡ്രോപ്പ് ഇൻ കറണ്ട്. എ ആണ് ആൻസർ. 77 എ പെയർ ഓഫ് സിമിലർ ഡി സി ഷണ്ട് ജനറേറ്റേഴ്സ് ഓപ്പറേറ്റ്സ് ഇൻ പാരലൽ ആൻഡ് സപ്ലൈ എ കോമൺ ലോഡ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു സ്വിച്ച് ഓഫ് മെഷീൻസ് 1 ആൻഡ് അലോ മെഷീൻ 2 to supply the entire load. The following operations are to be used to achieve this. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് ദി മെഷീൻ. പിന്നെ അപ്പോൾ 2 ആണ് ആദ്യം വരിക. പിന്നെ അടുത്ത് നമുക്ക് പറയാം എന്താണ്, ഇൻക്രീസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് ദ മെഷീൻ 2, 3 പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഷുർ ദാറ്റ് മെഷീൻ 1 ജസ്റ്റ് ഫ്ലോട്ട്സ് 4. പിന്നെ ഫസ്റ്റ് സ്വിച്ച് ഓഫ് ദ മെയിൻ സ്വിച്ച് ഓഫ് ദി മെഷീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറാണ്. അപ്പോൾ ബി ആണ് ആൻസർ. ഓക്കെ. 78 ദ മോസ്റ്റ് സ്യൂട്ടബിൾ ജനറേറ്റർ ഫോർ വെൽഡിംഗ് പർപ്പസ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്ററാണ്. 79 ഇൻ ഡി സി ഷണ്ട് മോട്ടോർ ദ ഫീൽഡ് എക്സൈറ്റേഷൻ ഈസ് കെപ്റ്റ് മാക്സിമം വാല്യൂ ഡ്യൂറിങ് സ്റ്റാർട്ടിംഗ് ടു റെഡ്യൂസിങ് armature heating. C ആണ് ആൻസർ. 80 the point starter of DC shunt motor are not used in applications where speed variation by field flux control is required because the motor may stop at very high speed. അടുത്ത ക്വസ്റ്റ്യൻ 81 which of the following flip flop has invalid state? invalid state ഉള്ളത് എവിടെയാണ്? എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്. വെൻ എസ് ഇസ് ഈക്വൽ ടു 1 ആർ ഇസ് ഈക്വൽ ടു 1. എ ആണ് ആൻസർ. 82 ദ മാക്സിമം വോൾട്ടേജ് ദാറ്റ് അപ്പേഴ്സ് അക്രോസ് എ ഡയോഡ് ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ ഡ്യൂറിങ് ഇറ്റ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ഈസ് കോൾഡ്. ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിങ്. റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡിന് അക്രോസുള്ള മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ PIV ഓർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുക. 83 വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഈസ് ഓർ ആർ നോട്ട് യൂസ്ഡ് ഫോർ ട്രിഗറിങ് എ തൈറിസ്റ്റർ? DI/dt ട്രിഗറിങ് മെത്തേഡാണ്. ലൈറ്റ് ട്രിഗറിങ് യൂസ് ചെയ്യുന്ന ട്രിഗറിങ് മെത്തേഡാണ്. ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. എയും ബിയും സിയും എന്താണ്? ട്രിഗറിങ് ആണ്, യൂസ് ചെയ്യുന്ന ട്രിഗേഴ്സാണ്, നോട്ട് യൂസ്ഡ്. അപ്പോൾ നൺ ഓഫ് ദി അബവ് ആണ്. 84 വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ? ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രയാക്ക് ആണ്. 85 two motors A and B are operated such a way that the motor B should start only after motor A has started. Which of the following arrangement is correct for this operation? ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 3 ആണ് കറക്റ്റ്. ഇൻസൈഡ് എ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓഫ് കോണ്ടാക്ടർ B in series with the contactor coil A. Only 3. 86 which of the following sequence connections is or are correct about an AC motor control circuit? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഫസ്റ്റത്താണ് കറക്റ്റ്. ഫസ്റ്റ് ആണ് ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൺലി 1 ആണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഓപ്ഷൻസൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. നമ്മൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻ സാധാരണ ഓപ്ഷൻ എയിലാണ് ഓൺലി 1 എന്ന് കാണുന്നത്. ഇതൊക്കെ മാറ്റിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബബിൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ which of the following relay have inverse time current characteristics? inverse time current characteristics ഉള്ളത് ഓവർ കറണ്ട് റിലേ ആണ്. ബി ആണ് ആൻസർ. 88 ലിമിറ്റ് സ്വിച്ച് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ലീനിയർ ടു ആൻഡ് ഫ്രോ മോഷൻ. നമ്മൾ യൂസ് ചെയ്യും സർക്കുലർ മോഷൻ. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ്. 89 ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ആൻഡ് ഗേറ്റ് ഈസ് ഹൈ. എപ്പോഴാണ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്? 2 ഇൻപുട്ടും ഹൈ ആകുമ്പോൾ, അല്ലെങ്കിൽ ഓൾ ദ ഇൻപുട്ട്സ് ആർ ഹൈ. 90 ദ ഡെസിമൽ നമ്പർ കറസ്പോണ്ടിങ് ടു ബൈനറി നമ്പർ അല്ലേ. കൺവേർഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സി ആണ് ആൻസർ കിട്ടുക. 91 ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഡി മോർഗൻസ് തിയറം. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ കോംപ്ലിമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് വേരിയബിൾസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ വേരിയബിൾസ്. കോംപ്ലിമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് വേരിയബിൾസ്. ആരാ പ്രൊഡക്റ്റ് വേരിയബിൾസ്? എ ഇൻറ്റു ബി. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദി വേരിയബിൾസ്. കോംപ്ലിമെൻറ്റ് ഓഫ് ദി വേരിയബിൾസ് ഇതിൻ്റെ സമ്മാണ് അല്ലേ. അപ്പോൾ ഇത് ഡി മോർഗൻസ് തിയറാണ്. അടുത്തത് കോംപ്ലിമെൻറ്റ് ഓഫ് സം വേരിയബിൾസ്. കോംപ്ലിമെൻറ്റ് ഓഫ് സം വേരിയബിൾസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് ദ വേരിയബിൾസ്. അപ്പോൾ സം വേരിയബിൾസ് എ പ്ലസ് ബി അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻറ്റ് ഓഫ് ദ വേരിയബിൾസ് എ ബാർ ബി ബാർ അതിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലേ. ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് ദ വേരിയബിൾസ്. അപ്പോൾ
ഇതും കറക്റ്റാണ്. ഇനി മൂന്നാമത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് 2 or more വേരിയബിൾസ് ഓർഡ് ഈസ് ഈക്വൽ ടു ദ ആൻഡിങ് ഓഫ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ 2 വേരിയബിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ ഓർ അല്ലേ, കോംപ്ലിമെൻറ്റ് ഓഫ് 2 or more വേരിയബിൾസ് ഓർഡ് ഈസ് ഈക്വൽ ടു ആൻഡിങ് ഓഫ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ വേരിയബിൾസ്. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ഡിമോർഗൻസ് തിയറം അല്ല, അത് തെറ്റാണ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഉം 2 ആണ് കറക്റ്റ്. ഓൺലി 1 and 2, ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് ആക്സെപ്റ്റ്സ് 2 ഇൻപുട്ട് ബിറ്റ്സ് ആൻഡ് 1 ഇൻപുട്ട് ക്യാരി ബിറ്റ് ആൻഡ് ജനറേറ്റ്സ് എ സം ഔട്ട്പുട്ട് ബിറ്റ് ആൻഡ് ക്യാരി ബിറ്റ്. ഇവിടെ ടോട്ടൽ 3 ഇൻപുട്ട് ഉണ്ട് അല്ലേ, 2 ഇൻപുട്ടും ഒരു ക്യാരി ഇൻപുട്ടും. അപ്പോൾ 3 ഇൻപുട്ട് സമ്മ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഡറാണ്. 3 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുൾ ആഡറാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. 93, എ 3 phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് സെറ്റ് ടു ബി ഓപ്പറേറ്റഡ് ഇൻ സിംഗിൾ ഫേസിംഗ് കണ്ടീഷൻ വെൻ സിംഗിൾ ഫേസ് ഈസ് സപ്ലൈഡ് ടു ദ മോട്ടർ. തെറ്റാണ്. 1 of the 3 fuses on the supply line blows off. ഇത് ശരിയാണ്. മൂന്നാമത്തെ, ഓൺലി 2 phases ആർ സപ്ലൈഡ് ടു ദ മോട്ടർ. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓൺലി 2 and 3, ഡി ആണ് കറക്റ്റ് ആൻസർ. 94ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംഗിൾ ഫേസ് ഇലക്ട്രിക് ഡ്രൈവ് ഓഫേഴ്സ് 4 quadrant ഓപ്പറേഷൻ. 4 quadrant ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഡ്യുവൽ കൺവേർട്ടർ ബ്രിഡ്ജാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 95ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ SCIM ഡ്രൈവ്സ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, സ്ലിപ്പ് എനർജി റിക്കവറി കൺട്രോൾ. 96, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ വോൾട്സ് പെർ ഹെഡ്സ് സ്പീഡ് കൺട്രോൾ ഓഫ് ഹയർ പവർ ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ്, സൈക്ലോ കൺവേർട്ടർ. 97, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മ്യൂട്ടേഷൻ മെത്തേഡ് ഈസ് എംപ്ലോയിഡ് ഇൻ സീരീസ് ഇൻവേർട്ടേഴ്സ്. ഏത് കമ്മ്യൂട്ടേഷനാണ്, ലോഡ് കമ്മ്യൂട്ടേഷനാണ്. 98, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ DC റെഗുലേറ്റഡ് പവർ സപ്ലൈ ദാറ്റ് പെർഫോംസ് ഓൺലി സ്റ്റെപ്പ് ഡൗൺ ഓഫ് വോൾട്ടേജ് ഈസ്, ഏതാണ്, ബക്ക് കൺവേർട്ടർ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 99, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിസ്റ്റ് ഓഫ് മെക്കാനിക്കൽ വാൽവ് ഓപ്പറേറ്റഡ് ത്രൂ എ ഇലക്ട്രിക്കൽ കോയിൽ. ഏതാണ്, സോളിനോയിഡൽ വാൽവ്. ഡി ആണ് ആൻസർ. 100ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാർട്ടർ ഈസ് മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് സ്യൂട്ടബിൾ ഫോർ സ്റ്റാർട്ടിംഗ് 3.5 kilowatts SCIM. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ആൻസർ പറഞ്ഞു പോവാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നോക്കുക. അതേപോലെ ഞാനിവിടെ പറഞ്ഞു പോയതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം നല്ല ടഫ് എക്സാമാണ്. അപ്പോൾ കട്ട് ഓഫ് കുറയും, ഒരു 50, 45, 50 ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരിക. കാരണം ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്പ്ലിറ്റപ്പ് കറക്റ്റ് അല്ല, എല്ലാ മൊഡ്യൂളിലും ആ ഒരു കറക്റ്റ് ആ ഒരു 10 മാർക്ക് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചില ടോപ്പിക്കിൽ നിന്നൊക്കെ നല്ല ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡിപ്ലോമ ITI ലെവലിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് ഓഫേ വരുള്ളൂ. അപ്പോൾ നിങ്ങളെ മാർക്ക് ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് അടുത്ത മാസം എക്സാം വരുന്നുണ്ട്. നമുക്ക് അടുത്ത മാസം ജൂലൈ 11 ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, സ്കിൽഡ് അസിസ്റ്റൻറ്റ്, ഡ്രാഫ്റ്റ് മാൻ ഇതിൻ്റെയൊക്കെ കോമൺ എക്സാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ എക്സാമിന് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കട്ട് ഓഫ് കുറവായിരിക്കും. പിന്നെ അതേപോലെ ഇനി വരാനുള്ള ഈ ഒരു എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഈ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ്, ടെസ്റ്റ് സീരീസ്, പ്രിൻറ്റഡ് റാങ്ക് ഫയൽ നമുക്ക് ഇന്നോവേഷൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ റെക്കോർഡഡ് വീഡിയോസും ടെസ്റ്റ് സീരീസും പ്രിൻറ്റഡ് റാങ്ക് ഫയലും അടക്കം ഒരു മാസത്തിന് 1539 പിന്നെ അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ട ടെസ്റ്റ് സീരീസും പ്രിൻറ്റഡ് റാങ്ക് ഫയലും മാത്രം മതിയെങ്കിൽ 718 വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.